അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ ഹദീസ് ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിയ്യത്ത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം. നമ്മൾ കുറച്ച് ആയത്തുകളാണ് ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്തത്. ഇനി അതിൽപ്പെട്ട ഒന്ന് രണ്ടായത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കും. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ കാണാം, കുൽ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ്. നബിയെ, നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് സ്വകാര്യമാക്കി വെച്ചാലും, മനസ്സിൽ എന്ത് വെച്ചാലും, ഇനി അത് പുറത്തേക്ക് ചാടിച്ചാലും, അപ്പോൾ പുറത്തുള്ളതും ഉള്ളുള്ളതും യഅലമുഹുല്ലാഹ്, അതിനെ ആരറിയും? അല്ലാഹു തന്നെ അറിയും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ മറിഞ്ഞെടുക്കുന്ന എന്തൊക്കെയുണ്ടോ അത് അല്ലാഹു തആല അറിയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു ചെറിയ നല്ല ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം നൽകും. വളരെ ചെറിയ മോശമായ ചിന്താഗതി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തുണ്ടാവും? നടപടി ഉണ്ടാവും. മറ്റൊരായത്തിൽ കാണാം, വാസിറു ഖൗലക്കും വജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. നിങ്ങളുടെ വാക്കുകളെ സ്വകാര്യമാക്കി വെച്ചാലും അല്ലെങ്കിൽ പരസ്യമാക്കി വെച്ചാലും തീർച്ചയായിട്ടും അല്ലാഹു തആല അതിനെ അറിയും. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളതിനെ അറിയുന്നവനാണ് അല്ലാഹു എന്ന്. ഇത് ഈ ഇറങ്ങാനുള്ള കാരണം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തു അല്ലേ? മുശ്രിക്കുകളായ ആളുകൾ എന്ത് ചെയ്തു? നമ്മൾ ഉറക്കെ പറയേണ്ട, വല്ല പറഞ്ഞാൽ മതി. നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രവാചകൻ മുഹമ്മദ്, എൻ്റെ വാക്കിൽ പ്രവാചകൻ എന്ന് കൂട്ടോ, നബി അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇനി എന്ത് പറയും? കാരണം ഇവരെന്ത് പറയുമ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധ ഖുർആനിൽ ഏതിറങ്ങും? ആയത്തിറങ്ങും. അപ്പം കുറച്ചു കാലം ഇവരെന്ത് ചെയ്തു? എന്തെങ്കിലും നബിയെക്കുറിച്ചോ സഹാബത്തിനെ കുറിച്ചോ പറയണമെങ്കിൽ ചെവിയിലാണ് പറയാം. ഓരോരുത്തരും ചെവിയിൽ പറയും. അപ്പം അതും എന്ത് ചെയ്ത് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. കാരണം അല്ലാഹു തആലക്ക് എന്തറിയാം? ഹൃദയത്തിലുള്ളതിനെ അറിയാം. പിന്നെ ഞങ്ങൾ വല്ല പറയണത്. അപ്പം നമ്മളെ സംബന്ധിച്ചത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്വകാര്യമായ സംഗതിയല്ലേ, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതല്ലേ, അത് ആരും അറിയണില്ലല്ലോ എന്ന ഒരു ചിന്താഗതിയിൽ നമ്മൾ വഞ്ചിതരാകരുത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഹദീസിലേക്ക് പോവാണ്. ആദ്യമായി പറയുന്ന ഹദീസ്, നിയ്യത്തിൻ്റെ വിഷയത്തിൽ ആദ്യമായി പറയുന്ന ഹദീസ്, എല്ലാ ഹദീസ് കിതാബുകളുടെയും എല്ലാ എന്ന് പറയുന്നത് മിക്ക ഹദീസ് കിതാബുകളുടെയും തുടക്കത്തിലുള്ള ഹദീസാണ്. ഇതറിയാത്തവർ മുസ്ലിം ലോകത്ത് വളരെ അപൂർവമായിരിക്കും. ഏത് ഹദീസ് കിതാബ് തുടങ്ങുമ്പോഴും ഹദീസിൻ്റെ തുടക്കത്തിൽ ആദ്യം ഏത് പറയും? ഈ ഹദീസ് പറയും. മാത്രമല്ല ഒരുപാട് ഹദീസ്, പ്രധാനമായി പറയുകയാണെങ്കിൽ ഈ ഹദീസ് ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. 700ഓളം ഹദീസ്. നമുക്കിപ്പോൾ ഹദീസ് കിതാബുകൾ കുറച്ചെല്ലാം അറിയുള്ളൂ. ഏറിയുന്ന ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി, തുർമുദി, ഇങ്ങനെ കുറച്ച് 5-6 അറിയും. അതല്ലാതെ ഈ ഹദീസ് കിതാബുകളുണ്ട്. ഏകദേശം 700ഓളം ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് കിതാബുകളിൽ തുടക്കത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് നമ്മളിനി പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഹദീസ് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് ഇങ്ങനെ പറയാൻ കാരണം. ഈ ഹദീസ് ഉദ്ധരിച്ചത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൊട്ടാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്കറിയാം. ഉമർ ഖത്താബിനെ കുറിച്ച് മാത്രം ഇപ്പം നിങ്ങൾക്ക് ആമുഖം പറഞ്ഞാൽ ഈ ആഴ്ച പിന്നെ എന്ത് ചെയ്യും? ഉമർ ഖത്താബ് കൊണ്ടുപോകും. അതുകൊണ്ട് എന്തില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഒരു ഖലീഫയുടെ ചരിത്രം പറയാൻ നിന്നാൽ അത് വേറെ വഴിതിരിച്ചു പോകും. അത്രയും പറയാനുള്ള ആളാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. എങ്കിലും ഹദീസ് പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കേണ്ട, ഹദീസ് പഠനത്തിന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, അമീറുൽ മുഅ്മിനീൻ എന്ന
ആദ്യമായി സംബോധന ചെയ്യപ്പെട്ട മഹാനായ ഖലീഫയാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി ഇസ്ലാമിക ലോകത്ത് സംബോധന ചെയ്യപ്പെട്ട ആളാണ് ആര്? ഉമറുൽ ഖത്താബ്. അതിൻ്റെ മുമ്പും അമീറുൽ മുഅ്മിനീൻ ഉണ്ടായിരുന്നു. അബ്ദുല്ലാ ബിൻ ജാഷ് നബിതങ്ങളെ കാലത്ത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു സൈന്യത്തെ പറഞ്ഞയച്ചിരുന്നു. പിന്നെ അവര് പിന്നെ അവിടെ നേതൃത്വം കൊടുത്തിരുന്നത് അബ്ദുല്ലാ ബിൻ ജാഷായിരുന്നു. അബ്ദുല്ലാ ജാഷിനെ അങ്ങനെ അന്ന് സംബോധന ചെയ്തത് അമീറുൽ മുഅ്മിനീൻ എന്നായിരുന്നു. പക്ഷെ അത് സൈനിക നേതൃത്വത്തിന് മാത്രമാണ്. ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാവായിട്ട് പിന്നീട് ഔപചാരികമായി ആദ്യമായി സംബോധന ചെയ്യപ്പെട്ട ആരെയാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബി ഹഫ്സ് എന്നാണ് മകനുടെ പേര്. അബി ഹഫ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്തുകൊണ്ടാണ് അബി ഹഫ്സ് എന്ന് പറയാൻ കാരണം? അബി ഹഫ്സ് എന്നാണ്. ഹഫ്സിന്റെ പിതാവ് എന്നാണ്. ഹഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ഒരു മകളുണ്ട്. ആര്? ഹഫ്സ ബീവി. അതല്ല ഉദ്ദേശിക്കുന്നത്, അതും വേണമെങ്കിൽ ഉദ്ദേശിക്കും. എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കല്. ഹഫ്സ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആരാണ്? മകളാണ്. ആ ഹഫ്സ ബീവി ആര് വിവാഹം കഴിച്ചിട്ടുണ്ട്? നബിതങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അബി ഹഫ്സ് എന്ന് പറയുമ്പോൾ ഹഫ്സ ബീവിയുടെ പിതാവ് എന്ന നിലക്കാകാം എന്ന് ഖുർആൻ ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഹബി ഹഫ്സ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി വിളിച്ചത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ വിളിച്ചപ്പോൾ എന്തുദ്ദേശിച്ചാണ്? ഹഫ്സ് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സിംഹം എന്നാണ് അർത്ഥം. ഹഫ്സ് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് എന്താണ്? സിംഹങ്ങളുടെ പിതാവ് എന്നാണ്. വെറും സിംഹമല്ല, സിംഹങ്ങളുടെ പിതാവ് എന്നാണ് ആരും സംബോധന ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബോധന ചെയ്തു. പിന്നീട് ആ പേരിൽ അറിയപ്പെട്ടു. അപ്പൊ അതിന്റെ കീഴിൽ ഹഫ്സ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെ വന്നത്. ഉമർ അൽ ഫാറൂഖാണ്. കാരണം സത്യവും അസത്യവും വേർതിരിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ എന്ത് ചെയ്യുന്നു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, 40-ാമത്തെ ആള് അല്ലെങ്കിൽ 41 അത് ചെറിയ പ്രദേശമുണ്ട്, ഏകദേശം 40ന്റെ സറൗണ്ടിങ്ങിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വന്നത്. അന്ന് മക്കക്കാർ എത്ര ഉണ്ട്? ലക്ഷക്കണക്കിനില്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഖുറൈശികൾ വിലയിരുത്തി എന്താ? ഇപ്പം നമ്മൾ പകുതിയും പകുതി ചെയ്യുന്ന പറഞ്ഞു. ഖുറൈശികൾ വിലയിരുത്തിയതാണ് പറഞ്ഞത്. ഖുറൈശികൾ ഇപ്പം നമ്മൾ എന്താ ചെയ്ത്? പകുതിയും പകുതി ശക്തികളായി എന്ന് പറഞ്ഞത്. കാരണം നിങ്ങളെ ഭാഗത്ത് ആര് വന്നു? ഉമർ വന്നതുകൊണ്ട് എന്ത് ചെയ്ത്? നമ്മൾ തുല്യ ശക്തികളായി എന്നാ. അപ്പൊ ഒരു 40 ആളോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു കടന്നതോടുകൂടി എന്ത് ചെയ്ത്? ഈ ഏരിയ പകുതിയായി. ആര് വിലയിരുത്തിയത്? ഖുറൈശികൾ വിലയിരുത്തിയത്. അതിന്റെ ശേഷമാണ് ആ പരസ്യമായ ഇസ്ലാമിക പ്രചരണം നടത്തിയത്. നമുക്കറിയാം, ആ വിഷയത്തിലേക്ക് പോവല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റസൂലുള്ളാഹി വന്ന് ചോദിച്ചാണ്, അല്ല അപ്പൊ ഇത് ഹക്കന്നല്ലേ എന്ന് വെച്ച്. ഹക്കാണ്, പിന്നെ എന്തിനാ പേടിച്ചിരിക്കണ്? പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പറയാന്ന് പറഞ്ഞിട്ട് ഇത് നബിതങ്ങളെ മുന്നിൽ നിർത്തി ഉമർ റളിയല്ലാഹു അൻഹു റാലിയായിട്ട് തക്ബീർ ചൊല്ലിയിട്ട് അറബത്തിലേക്ക് തവാഫ് ചെയ്ത സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. എല്ലാവരും ഹിജറ പോയപ്പോ അല്ലേ എന്താ ചെയ്തത്? ഒളിഞ്ഞും പാത്തും പതുങ്ങിയാ പോയത്. ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ പോണതിന് മുമ്പ് എന്താ ചെയ്തത്? കഅബത്തേക്ക് വന്നിട്ട് ഖുറൈശികളോട് പറഞ്ഞു, ഉമർ നാളെ ഹിജറ പോകുന്നുണ്ട്, ആർക്കും തടയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ട് പോന്നോണ്ടിന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മക്കൾക്ക് പിതാക്കന്മാരില്ലാതിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ വേണ്ടെങ്കിൽ നിങ്ങളാണ്ട് പോന്നോണ്ടി, ഞാൻ നാളെ പോകുന്നുണ്ട് എന്നുള്ള സമയമൊക്കെ പറഞ്ഞു കൊടുത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പര ഉമർ ബിൻ ഖത്താബ് ബിൻ നുഫൈൽ ബിൻ അബ്ദുൽ അസീസ് ബിൻ റിബാഹ് ബിൻ
അബ്ദുല്ലാഹിബിന് കറത്തുബിന് റസാഹിബിന് അദീബിന് കബിന് നുഅയ്യിബിന് ഓലിബിൽ കർശിൽ അദവീന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ എന്തൊക്കെയത് നമുക്ക് അല്ലേ. എത്ര ഇപ്പോഴും ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം. ഇപ്പോഴും ഉമറുള്ളാഹിന് ഏത് കുടുംബത്തിലാണ് ചരിത്രപരമായ എന്താണ് ആധികാരികതയുണ്ട്. നമുക്ക് നമ്മളെ വാപ്പാന്റെ പേരും വല്യപ്പാന്റെ ഉപ്പാന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിൽ അറിയുമോ? വല്യമാൻ്റെ ഉപ്പാന്റെ പേര് അറിയോ? ഇല്ല. എവിടുന്നാ വന്നതെന്ന് അസലിയായിട്ട് നമുക്ക് പിന്നെ പറഞ്ഞു കേട്ടുകൊണ്ട് അറിയാം, പക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇവിടെ കഅബിന് ലുഅയ്യിബിന് ഓലിബിൽ ഖുറൈശി കഅബിന്റെ അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ കാരണം എന്താ? കഅബിന്റെ അവിടുന്ന് പിന്നെ ആർക്കും എന്ത് ചെയ്യാ ബാക്കിയുള്ള ആദം നബി വരെയുള്ള പരമ്പര കിട്ടും. കാരണം ബാക്കി പരമ്പരക്ക് ആരുടെ പരമ്പരയാണ്? റസൂലുള്ളാഹിന്റെ പരമ്പരയാണ്. ഉമറുള്ളാഹി ഖുറൈശിയാണ്, അദവി ഗോത്രക്കാരനാണ്. അദവി ഖുറൈശികൾ പല ഗോത്രമുണ്ട്. ഹാഷിമുണ്ട്, മുത്തലിബുണ്ട്, അതിൽപ്പെട്ട വേറെ ഒരു ഗോത്രമാണ് അദവി ഗോത്രം. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ഇത്തരം മഹാന്മാരൊക്കെ ചരിത്രപരമായി പഠിക്കണമെങ്കിൽ തന്നെ അവരുടെ ജനന പരമ്പരയിൽ പോലും ഏതുണ്ട് ആധികാരികതയുണ്ട് മനസ്സിലാക്കാം. ഉമറുള്ളാഹിനു പിന്നെ ഉദ്ധരിച്ച നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള സഹാബികളെ അബൂ ഹുറൈറ, ആയിഷ ബീവി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ തൊട്ട് നോക്കുമ്പോൾ ഉമറുള്ളാഹിനു ഉദ്ധരിച്ച ഹദീസുകൾ വളരെ കുറവാണ്. കാരണം ഉമറുള്ളാഹിനു ഇസ്ലാമിക ഡെവലപ്പിൻ്റെ മേഖലയിലാണ് അധികം എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആ ഹദീസുകളൊക്കെ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമറുള്ളാഹിനു പ്രത്യേകം ഉദ്ധരിക്കേണ്ട ആവശ്യമാണ് വന്നിട്ടില്ല. ഉമറുള്ളാഹിനൊന്ന് ഉദ്ധരിച്ച ഹദീസുകൾ ഏകദേശം 537 ഹദീസുകളാണ്. 537 ഹദീസുകളാണ്. അതിൽ ബുഖാരി മുസ്ലിമിൽ തന്നെ 26 ഹദീസുണ്ട്. സംയുക്തമായിട്ട് മുത്തഫഖുൻ അലൈഹിയായിട്ട് 26 ഹദീസുണ്ട്. അതേസമയത്ത് ബുഖാരി മാത്രം 24 ഉണ്ട്, മുസ്ലിമിൽ 21 ഉണ്ട്. അങ്ങനെയുണ്ട്. ബുഖാരി മുസ്ലിമിൽ എത്ര ഉണ്ട്? സംയുക്തമായിട്ട് 26 ഹദീസുണ്ട്. അതേസമയത്ത് ബുഖാരി മാത്രം ബുഖാരി മാത്രം 34 ഉണ്ട് കേട്ടോ, മുസ്ലിം 21. അങ്ങനെയുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഉമറുള്ളാഹി തൊട്ട് ഉദ്ധരിച്ച ഈ ഹദീസിനെ കുറിച്ചാണ്. ഹദീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഹദീസ് ശരിക്കൊരു ദൃഷ്ടാന്തമാണ്. എന്താ അറിയോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബയിൽ മിമ്പറിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറയുന്നത്. ആലോചിക്കണം, ഒരു മിമ്പറിൽ നിന്ന് നബി തങ്ങൾ ഇത് പ്രസംഗിക്കുമ്പോൾ എത്ര ആളുകൾ കേൾക്കും അല്ലേ? ഒരുപാട് ആൾ കേൾക്കൂല. റസൂലുള്ളാഹിയുടെ കാലത്ത് അവസാന സമയത്തിന് ആദ്യം ഏത് സമയത്തായിട്ട് അത്യാവശ്യം സഹാബികൾ ഖുതുബയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഈ ഹദീസ് ആകെ ഉദ്ധരിച്ചത് ആര് മാത്രമാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു പിന്നീട് ഈ ഹദീസ് ഒരു ഖുതുബയിൽ വെച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു പിന്നീട് ഈ ഹദീസ് പറയുന്നത്. ഉമർ റളിയല്ലാഹു പറയുന്നത് കേട്ടിട്ട്, ഉമർ റളിയല്ലാഹു സഹാബിയാണ്, ഉമർ റളിയല്ലാഹു ഒരു ഖുതുബയിൽ വെച്ചിട്ടാണ് ഈ ഹദീസ് പറയുന്നത്. ഉമർ റളിയല്ലാഹു കേട്ടിട്ട് സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് സഹാബികളിൽ നിന്ന് അത് കേട്ട് അൽഖമ റളിയല്ലാഹു മാത്രം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളൂ. ശരിക്കും ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹിയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ ഈ ഹദീസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പോട്ടെ, അപ്പൊ സഹാബികൾക്ക് മൊത്തം ഈ ഹദീസ് കിട്ടി. ഇനി ഉമർ റളിയല്ലാഹു ഉദ്ധരിച്ചിട്ട് ഒരു ഖുതുബയിൽ വെച്ച് ഉമർ റളിയല്ലാഹു ഖുതുബയിൽ പറയാൻ കാരണം എന്താ? അത്രയും പ്രാധാന്യമുള്ള ഹദീസാണ്.
ഉമറുല്ലാൻ എന്ത് ചെയ്തു? ഒരു ഖുത്ബയിൽ ഈ ഹദീസ് പറഞ്ഞപ്പോൾ അൽക്കമ റളിയല്ലാഹുവിനാണ് ഹദീസ് ഉമറുല്ലാൻ നിന്ന് ഉദ്ധരിച്ച്. ശരിക്കും അൽക്കമ റളിയല്ലാഹു താബിയാണ്. ഈ അൽക്കമ റളിയല്ലാഹുവിനെ ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ഏതുണ്ടാവില്ല? ഈ ഹദീസ് ഉണ്ടാവില്ല. അൽക്കമ റളിയല്ലാഹുവിൽ നിന്നും ഒരാൾ മാത്രം ഉദ്ധരിക്കുള്ളൂ, ഇബ്രാഹിം താബിയ. ഇബ്രാഹിം താബിയിൽ നിന്ന് സയ്യിദ് റളിയല്ലാഹു ഉദ്ധരിക്കണം. സയ്യിദ് റളിയല്ലാഹുവിനൊന്ന് 700ഓളം പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ് കിതാബിൽ. അപ്പൊ ഈ ഹദീസിന്റെ പരമ്പരയിൽ സമാന റിപ്പോർട്ടുകളില്ല. ഒരാളിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ ഹദീസാണെങ്കിലോ ദീനിന്റെ പകുതിയാണെന്ന് പറഞ്ഞ ഹദീസ് പണ്ഡിതന്മാരുണ്ട്. ദീനിന്റെ 1/3 പറയാത്ത ഒരാളുമില്ല. ദീനിന്റെ പകുതിയാന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ദീനിന്റെ ആ പകുതിയിൽ തന്നെ ഏറ്റവും വലിയ പകുതിയാണെന്ന് പറഞ്ഞവരുണ്ട്. ദീനിനെ 2 പകുതിയാക്കിയാൽ 2 പാർട്ടാക്കിയാൽ ആ പാട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടായിട്ട് ഫസ്റ്റ് പരിഗണിക്കേണ്ട പാർട്ടാണ് ഇതെന്ന് പറയുന്നവരുണ്ട്. ദീനിന്റെ 1/3 പറയാത്ത ഈ ഹദീസ് ദീനിന്റെ 1/3 പറയാത്ത ഒരു പണ്ഡിതന്മാരുമില്ല. 4/1 ആരും പറഞ്ഞിട്ടില്ല. അത്രയും പ്രാധാന്യമുള്ള ഹദീസാണ്. പക്ഷെ ഉമറുല്ലാനെങ്ങാനും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഹദീസിൽ കിട്ടൂല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹദീസുകൾ ഉദ്ധരിക്കാത്ത കാരണം? ഈ ഹദീസ് ഇസ്ലാമിക ലോകത്ത് ഒരാളോട് പറയേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെ ഹദീസിന്റെ ഈ നിബിധങ്ങൾ ഞാൻ കേട്ടിക്കണെന്ന് പറഞ്ഞാൽ അത് കേൾക്കാത്തൊരു ആ വിഷയത്തെക്കുറിച്ച് അറിയാത്ത ഒരു സഹാബിയില്ല. എന്താണ്? സഹാബികളുടെ ഹൃദയത്തിൽ അത്രയും ഊട്ടപ്പെട്ട വിഷയമാണ് ഈ ഹദീസിന്റെ സബ്ജക്റ്റ്. അപ്പൊ അത് ആ നിലക്കൊക്കെ പഠിക്കുമ്പോൾ ഈ ഹദീസിന്റെ സഹാബികൾ എന്തുകൊണ്ട് ഇത് പരസ്പരം കൈമാറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു സഹാബിക്ക് ഒരു സഹാബിയോട് പറയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അവരുടെ ഹൃദയത്തിൽ അത്രയും ഹദീസ് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തൊരു സഹാബിയില്ല. പക്ഷെ ഉമറുല്ലാഹു അത് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? അത് സനദ് വഴി ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ഹദീസ് വായിക്കാം. أنا حبيب حفص عمر بن الخطاب رضي الله عنه سمعت رسول الله صلى الله عليه وسلم ഞാൻ നിബിധങ്ങളിൽ നിന്ന് കേട്ടു. എന്താ കേട്ടത്? ഇന്നമൽ അമാലു ബിന്നിയാത്ത്, തീർച്ചയായിട്ടും അമലുകൾ നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. അതാണ് ഹദീസ്. അപ്പം ഇതറിയാത്തവരെ അന്ന് സഹാബികളില്ല, ഇന്നും അറിയാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ഏതാൾക്ക് എല്ലാവർക്കും കാണപ്പെടാം. ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്നാണ്. അവിടെ ഇന്നമ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഹസർ എന്ന് പറയും. ഇന്നമ എന്നുള്ള പദം അതിനെക്കുറിച്ച് 1-2 കഥകൾ ചർച്ച ചെയ്യും. ഇന്നമ പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്നർത്ഥമാണ്. ശേഷമുള്ള വിഷയത്തിൽ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അമലുകൾ നീയത്തുകൾ കൊണ്ട് മാത്രമാണെന്ന് പറയാനാണ്. അപ്പൊ ആ മാത്രം എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ എന്താണ്? ഇന്നമ അവിടെ ചേരും. അറബി ഗ്രാമറിൽ ഹസർ എന്ന് പറയും. ഒരു വിഷയത്തിൽ പരിമിതപ്പെടുത്തുന്നതിനാണ് ഹസർ എന്ന് പറയാം. പക്ഷേ ഇന്നമ ഇലാഹുക്കും അല്ലാഹ്, നിങ്ങളുടെ ഇലാഹ് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. ഇന്നമ അല്ലാഹു ഇലാഹു വാഹിദ്, അള്ളാഹു മാത്രമാണ് ഏകനായ ഇലാഹ്. തീർച്ചയായിട്ടും അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും അർത്ഥമുണ്ട്. ഈ ഇന്നമട്ട് പറയുമ്പോൾ അതേ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചില പരിമിതികളിലേക്ക് പോകും. പ്രധാനമായി പറഞ്ഞ ചില ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാകാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും എന്നാണ്. തീർച്ചയായിട്ടും വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം എന്ത് ചെയ്യും? ഭയപ്പെടും. അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്ന് അർത്ഥം വെച്ചാൽ എന്താവില്ല? എന്താ ഉണ്ടാവുക? ആരാണ്ടാവുക? ഇവിടെ മുഅ്മിനീങ്ങൾ ഉണ്ടാവില്ല. അള്ളാഹുവിനെ കുറിച്ച് കേട്ട ഹൃദയം ഇടിക്കുന്നവരാണ്, ആ ഒരു പേടിയുള്ളവരാണ് മുഅ്മിനീങ്ങൾ. അവർ മാത്രമാണെന്നുള്ള അർത്ഥം അവിടെ കിട്ടും. പക്ഷെ ആ മാത്രം ഒന്നും കൂടി ഷോർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ മാത്രം ഷോർട്ട് അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ മുഅ്മിനീങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ആരാണ്? ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികളിൽ പരിപൂർണർ ആരാണ്? അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ അവർ ഹൃദയത്തിൽ എന്താ? ഒരു മിടിപ്പുണ്ടാവും. അവർ മാത്രമാണ് വിശ്വാസികളിൽ
പരിപൂർണ്ണ. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ മനസ്സിലൊരു ബേജാറും ഒരു പ്രത്യേകമായ അനുഭൂതിയും ആർക്കുണ്ടോ അയാൾ മുഅ്മിനിൻ വിശ്വാസിയിൽ കാമിലാണ്. കമാലിയത്തിൻ്റെ അർത്ഥം പരിപൂർണരായ മുഅ്മിനീങ്ങൾ ഇവർ മാത്രമാണ്. അല്ലാതെ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് പേടിയും ബേജാറും അനുഭൂതി ഉള്ളവരാണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇസ്ലാം ഈമാന്ന് പുറത്തു പോകും. കാരണം ആർക്കപ്പുറം പഠിച്ചവനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ് ഒരു മനസ്സിൽ കുളിർമയും ബേജാറുള്ളത്? എത്ര ആൾക്കാരുള്ളത്? കുറവല്ലേ? ഇനി ഉണ്ടെങ്കിൽ തന്നെ റയർ സമയത്താണ് പലർക്കും ഉണ്ടാവാം. ചിലപ്പോൾ പലർക്കും ഉണ്ടാവാം ചില സാഹചര്യത്തിൽ, ചില പ്രത്യേക നിമിഷത്തിൽ ആത്മീയമായി ചിലപ്പോൾ കൂടുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ചില സമയത്തൊക്കെ അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര അനുഭൂതിയും ആത്മീയ റാഹത്തും സംതൃപ്തിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ എല്ലാ സമയത്തും ഉണ്ടാവില്ല. എല്ലാ സമയത്തുള്ളവരാണ് ആര്? കാമിലീങ്ങൾ. അവർക്ക് പിന്നെ അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരു പരിപാടി ഇല്ല. അള്ളാഹു നമ്മളെ സഹായിക്കണ്ടേ. അതുപോലെ വേറെ ആയത്തിൽ കാണാം, പശുദ്ധത്തിൽ ഇന്നമാ അൻത മുന്തിറുൻ, നബിയോട് പറയാൻ, നബിയെ നിങ്ങൾ താക്കീത് നൽകുന്ന ആൾ മാത്രമാണ്. നബിയെ താക്കീതുകാരൻ മാത്രമാണോ? അല്ല. ആണോ? ആരാണ്? സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുമാണ്. അപ്പൊ നബി താക്കീത് നൽകുന്നവൻ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് ആർക്കാണ്? അത് അള്ളാഹുവിനെ ഭയപ്പെടാത്തവർക്കും അവിശ്വാസികളായ ആളുകൾക്കും തിന്മ ചെയ്യുന്ന ആളുകൾക്കും താക്കീതുകാരനാണ് ആര്? അപ്പൊ എല്ലാവർക്കും താക്കീത് കൊടുക്കണ പണി ആർക്കില്ല? റസൂലുള്ളാഹിക്കില്ല. എല്ലാവർക്കും താക്കീതിന്റെ ആവശ്യമില്ല. മര്യാദക്ക് ജീവിക്കണവർക്ക് എന്തിനാ താക്കീത്? മര്യാദക്ക് ജീവിക്കണ എന്താ പ്രോത്സാഹനമല്ല വേണ്ടത്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നമ കൊണ്ട് എന്തുണ്ട്? ചില ലിമിറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരായത്ത് കാണാം, ഇന്നമൽ ഹയാത്തു ദുന്യാ ലഅബുൻ വലഹ്വുൻ, തീർച്ചയായിട്ടും ഈ ദുന്യവിയ ജീവിതം ഒരു കളിച്ചിരി നേരം പോക്കിന്റെ തമാശകളുടെ ലോകം മാത്രമാണ്. അല്ലേ? അവിടെ എന്താ ഹസറ്? എന്താ പറയണത്? ഈ ഇഹലോക ജീവിതം വെറും തമാശകളുടെയും കളികളുടെയും ചിരികളുടെയും ലോകം മാത്രമാണ്. അങ്ങനെയാണോ? ആർക്കാണിത്? അതിന്റെ പിന്നിൽ കൂടുന്ന ആൾക്ക്. എല്ലാ വിശ്വാസിക്കും അല്ലത്. അപ്പൊ പഠിച്ചോ ഈ ലോകം വെറും ഹാപ്പിയായി ഇരിക്കാനും ചിരിക്കാനും കളിക്കാനും വിനോദിക്കാനുള്ള ലോകമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം, കുറച്ചൊക്കെ പരിധി വിടാം എന്ന് പറയാനുള്ള ന്യായമില്ല. ഇതാർക്കാണ്? അതിന്റെ പിന്നിൽ കൂടുന്ന ആൾക്കാർക്ക്. കാരണം ഈ ലോകത്തിന്റെ സ്വഭാവം അതാണ്. ഈ ലോകത്തിലേക്ക് മുഴുവൻ ശ്രദ്ധിച്ചാൽ നമ്മളും ആ രീതിയിലാണ് പോവുക. അപ്പൊ അതൊരു താക്കീതാണ്. പക്ഷെ ആ അവസ്ഥയിലേക്ക് പെട്ടുപോകുന്നതിന് അവരാരാണ്? അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവൻ. അപ്പൊ ആ വിഭാഗം ആളുകൾക്കാണ് ഇത് കളിച്ചിരി തമാശകളുടെ ലോകമാവുന്നത്. ഒരു ആത്മീയമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ശ്രദ്ധിച്ച് ജാഗ്രതരായി നീങ്ങുന്ന വിശ്വാസിക്ക് ഈ ലോകം കളിയുടെയും തമാശയുടെയും ലോകം അല്ല. ഇതൊരു സീരിയസ് ലോകമാണ്. കാരണം എന്താണ്? ഇത് പണിയെടുക്കാനുള്ള ലോകമാണ്. ഈ ലോകത്ത് വെച്ച് പണിയെടുത്താലേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ ലോകത്ത് കളിച്ചെന്ന പരലോകത്ത് പോയി വെല്ലടിക്കേണ്ടി വരും. അല്ലേ? വേണ്ടേ? വേണം. അപ്പൊ പിന്നെ ആ ഇന്നമന്റെ ഉദ്ദേശം ആരാ? അത് എല്ലാവർക്കും അല്ല. അത് അതിൻ്റെ ആൾക്കാർ കുറച്ചുണ്ട്. അവർക്ക് ഈ ലോകം അങ്ങനെ തന്നെയാണല്ലോ എന്നർത്ഥം. അപ്പൊ ഇന്നമന്റെ ചെറിയ ഹിക്മത്തുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇന്നമാൽ അഅ്മാലു ബിന്നിയാത്ത്, അഅ്മാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമലുകൾ എന്നാണ്. അമലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെടും? മനുഷ്യന്റെ ശാരീരികമായ ചലനങ്ങളും ഹൃദയത്തിന്റെ ചലനങ്ങളും പെടുന്ന. മനസ്സിന്റെ ചലനങ്ങളും ഏതാണ്? അമലാണ്. ബിന്നിയാത്ത്, നീയത്തുകൾ കൊണ്ട് മാത്രമാണ് എന്നാ. നീയത്ത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നീയത്ത് എന്ന് പറഞ്ഞ സംഗതി എന്താ? കൽബിന്റെ ഒരു ദൃഢമായ ഒരു തീരുമാനത്തിനാണ് ഏത് പറയാ? നീയത്ത് എന്ന് പറയാം. അപ്പോൾ നീയത്തിന്റെ ബേസ് എവിടെയാണ്? ഹൃദയത്തിലാണ്. ചിലവർ പറയും നീയത്തിന്റെ ബേസ് വരുന്നത് തലച്ചോറിലാണ്. അതുകൊണ്ടൊക്കെ ഓരോരുത്തർക്ക് അനുസരിച്ച് മാറാം. പക്ഷെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു സംഗതി ഉണ്ട്. അത്തഖ്വ ആഹുന, അത്തഖ്വ ആഹുന, അത്തഖ്വ ആഹുന. നബി തങ്ങൾ ഇശാറത്താക്കിയിട്ടുണ്ട്. തഖ്വ ഇവിടെയാണ്.
തഖ്വ ഇവിടെയാണ് എവിടെയാണ്? നെഞ്ഞിലാണ്. നിബിധങ്ങൾ നെഞ്ഞിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ടാണ് നിബിധങ്ങൾ തഖ്വയുടെ സ്ഥലം പറഞ്ഞത്. അപ്പം ഹൃദയം അതിൻ്റെ ഒരു മെയിൻ ബേസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ നെയ്യത്തിന് എവിടെയാണ്? തലച്ചോറിലാണെങ്കിലും ഹൃദയത്തിലാണെങ്കിലും നെയ്യത്തിൻ്റെ പരിപൂർണതയുടെ ഇഖ്ലാസ് കിടക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലും. അള്ളാഹു തന്നെ നോക്കൽ എവിടേക്കാണ്? ഹൃദയത്തിലാക്കാൻ നല്ലതാണ്. അപ്പം അതിൻ്റെ ബേസ് ആ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഇന്നമൽ അമാൽ ബിന്നിയാത്ത്, നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് അമലുകൾക്ക് പിന്നെ എന്താണ് ഇന്നമൽ അമാലു ബിന്നിയാത്ത്. തീർച്ചയായിട്ടും അമലുകൾ നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം നിയ്യത്തുകളുടെ അമലുകളുടെ സ്വീകാര്യതയ്ക്ക് ഏത് വേണം? നിയ്യത്ത് വേണമെന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അമലുകളുടെ പരിപൂർണതക്കല്ല. അവിടെ അഭിപ്രായത്തിലുണ്ട്. ഞാൻ പറയാം, മുത്തശാബിയാത്തോടെ പണ്ഡിതന്മാർക്കിട്ട് ചില അഭിപ്രായത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹനഫി ഇമാമിൻ്റെ അഭിപ്രായം എന്താ? ഹനഫുകളുടെ അമലുകളുടെ പരിപൂർണതയ്ക്ക് എന്ത് മതി? നിയ്യത്ത് മതി. നിയ്യത്തുകൾ മനസ്സിൽ പ്രത്യേകം കരുതൽ മതി എന്നാ. അമലുകളുടെ സ്വീകാര്യതയ്ക്ക് പ്രത്യേകമായി മനസ്സിൽ നിയ്യത്ത് വെക്കണമെന്നില്ല എന്നുള്ള അഭിപ്രായം ഹനഫി ഇമാമിൻ്റെ അഭിപ്രായം. ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. കാരണം അതിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ വരാത്തതുകൊണ്ട് ഫുഖഹാക്കൾക്കിടയിലൂടെ അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പം അരുമകളുടെ പരിപൂർണതയ്ക്ക് എന്ന അർത്ഥം വെച്ചവരുണ്ട്. അതുകൊണ്ട് തന്നെ ഹനഫി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ നിസ്കരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒന്നെടുത്താൽ മതി. ഒന്നെടുക്കണ എന്തിനാണ്? നിസ്കരിക്കാണ്. അപ്പം അഭിപ്രായമുണ്ട്. എന്നാലും ഹനഫി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കൽ എന്താണ്? അതിൻ്റെ പരിപൂർണതയാണ്. അപ്പം അവിടെ പ്രശ്നം തീർന്ന്. മനസ്സിലായില്ലേ? അമലുകൾ ചെയ്യണോടുകൂടിയാണ് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിയ്യത്ത് വെക്കേണ്ടത്. അമലുകളുടെ പ്രവർത്തനത്തോടു കൂടിയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. പിന്നെ ബിന്നിയാത്ത് എന്ന് പറയുന്ന നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ ആ ബിന്നിയാത്ത് എന്ന പദത്തിൽ എന്തുണ്ട്? നിയ്യത്തിൽ അമലുകൾക്ക് താഴെന്ന് പറയും, നിർണയിക്കണം എന്നും കൂടി അവിടെ അർത്ഥം വരുന്നുണ്ട്. നിയ്യത്തിൽ എന്ത് വേണം? നിയ്യത്ത് മാത്രം വരെ നിയ്യത്ത് എന്ത് വേണം? അതിലേത് വേണം? ഫിക്സ് ചെയ്യണം. എന്താണ്, എന്ത് വിഷയമാണെന്നുള്ള ഫിക്സിങ് കൂടി എന്ത് വേണം? നിയ്യത്തിൽ വേണം. ക്ലാരിറ്റി വേണം എന്നർത്ഥം. നിയ്യത്ത് നിർബന്ധം. അതാണ് ഇന്നമ്മ പറഞ്ഞ്. അപ്പൊ നിയ്യത്തിൽ എന്ത് വേണം? നിയ്യത്തിൽ തഴയും വേണമെന്ന്. തഴയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ബിന്നിയാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാഹിന്റെ പ്രയത്നത്തിന്റെ കൂടി കൊണ്ട് എന്താണ്? നിയ്യത്തിൽ തഴയും വേണമെന്ന്. തഴയെന്ന് പറഞ്ഞാൽ നിർണയിക്കണം എന്നാണ്. ഉദാഹരണമായി പറയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനവും അതേപോലെ പ്രവർത്തനം ഇബാദത്തിലും ഉണ്ട്. അപ്പം അത് രണ്ടും വേർതിരിക്കൽ ഏതാ? നിയ്യത്താണ്. ഇപ്പം കുളിക്കല് സാധാരണ നമ്മൾ കുളിക്കുന്നുണ്ട്, എന്നാൽ നിർബന്ധമായും കുളിക്കലുണ്ട്. രണ്ടും ഷേപ്പിലും ഒന്നാണ് അല്ലേ? പക്ഷെ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്താവില്ല? കുളി ശരിയാവോ? ശരിയാവില്ലല്ലോ. ഞാൻ നല്ലോണം സോപ്പ് തേച്ച് കുളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാര്യട്ടോ. ഞാൻ നല്ല സോപ്പ് തേച്ച് വരുത്തി 1 മണിക്കൂർ കുളിച്ചു. ഇനിയിപ്പോ നിയ്യത്ത് മറന്നുപോയി, ബാക്കിയൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താവില്ല? കുളി ശരിയാവില്ല. കാരണം എന്താ? അത് നോർമൽ കുളിയാണോ ശരീരത്തിന്റെ കുളിയാണോ അവിടെ നിയ്യത്ത് നിർണ്ണയിക്കുന്നത്? എന്ന് വേണം. നിയ്യത്ത് വേണം. അതേപോലെ തന്നെ ചില ഇബാദത്തുകള്, ചില സംഗതികൾ ഒരേ സംഗതി തന്നെ ചിലതിന് വേണ്ടി ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ഉദാഹരണം പറയാം, തയമ്മം. അവിടെ നിർണ്ണയിക്കൽ ആവശ്യം എന്ന് പറയാൻ കാരണം എന്താണ്? തയമ്മം എന്താണ്? തയമ്മം നമുക്ക് എന്തിനും ചെയ്യാം. വലിയ അശുദ്ധിക്കും ചെയ്യാം, ഉളുവിന് വേണ്ടിയും ചെയ്യാം അല്ലേ? ഉളുവിന് വേണ്ടി എന്ത് ചെയ്യാം? തയമ്മം ചെയ്തൂടെ? നിർബന്ധമല്ലേ? ഉളു വെള്ളം ചേരാത്ത ഭാഗത്ത് തയമ്മം ചെയ്യാൻ നിർബന്ധമാണ്. എന്നാൽ ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ട്, ജനാപത്തുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട്, അങ്ങനത്തെ കുളിക്കൽ നിർബന്ധമായി അയാൾക്ക് എന്തില്ല? വെള്ളം കിട്ടാനില്ല. അയാൾക്കും എന്തു മതി? ഒരു തയമ്മം ചെയ്താൽ മതി. അതാണ് പറയുന്നത്. അപ്പൊ രണ്ടും ഒരേ ഷേപ്പാണ്, ഒരേ സംഗതിയാണ്. തയമ്മം എന്ന് പറഞ്ഞ സംഗതി നമുക്കറിയാം. ഇസ്ലാമിലെ തുടക്കകാലത്ത് നിങ്ങൾ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്തോടെ ഇപ്പോൾ ഒരു സാഹബയ്ക്ക് ജനാപത്തുണ്ടാവും. സാഹബ് ചെയ്ത് മണ്ണ് കിടന്ന് ഉരുണ്ടും. പിന്നെ നബി തങ്ങൾ തയമ്മം പഠിപ്പിച്ചു കൊടുത്തു.
അപ്പൊ തയമ്മം ഉളുവിന് വേണ്ടിയാകാം, ജനാപത്തിന് വേണ്ടിയാകാം. ഇത് രണ്ടും. ഉളുവിന് വേണ്ടി തയമ്മം ഒരാൾ തയമ്മം ചെയ്തു, ഉളുവിന് വേണ്ടി തയമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജനാപത്തുണ്ടെങ്കിൽ ഉളുവിന്റെ തയമ്മം കൊണ്ട് എന്താവില്ല, നിസ്കാരം ശരിയാവില്ല. ഒന്നുണ്ടാവും, വലിയ ശരീരത്തിലുള്ള ആൾ ഒന്നുത്താൽ ഒന്ന് ശരിയാവും. പക്ഷെ ആ ഒന്നുക്ക് എന്തുണ്ടാവില്ല, വേറെ കാര്യമൊന്നുണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, നീയത്തിന് എന്തുണ്ട്, തഴീൻ വേണം, നിർണയിക്കൽ വേണം എന്ന് ഈ ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത് എന്ന പദം കൊണ്ട് നമുക്ക് അർത്ഥം കിട്ടും. അതേസമയത്ത് സാധാരണ ചെയ്യുന്ന ഡെയിലി കറക്റ്റഡ് ഷെഡ്യൂൾഡ് ഇബാദത്തല്ലാത്ത ചില ഇബാദത്തുകളുണ്ട്, അതിന് നീയത്തിന്റെ ആവശ്യമില്ല. പ്രധാനം പറയാണ് പിന്നെന്താണ്, പരിശുദ്ധ ഖുർആൻ. അത് നമുക്ക് എന്തല്ല, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇബാദത്തല്ല, എപ്പോഴും ആർക്കും എങ്ങനെ ഓതാം. അപ്പൊ അള്ളാഹു തആല കൊണ്ട് ഞാൻ ഖുർആൻ ഓതാൻ കരുതി എന്ന് നീയത്തൊക്കെ ഉണ്ട ആവശ്യമില്ല. ദിക്റിന്റെ പ്രത്യേകമായ നീയത്തൊക്കെ ഉണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഡെയിലി ഷെഡ്യൂൾഡ് ഇബാദത്തല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നീയത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇഖ്ലാസ് ഉണ്ടാവണം, നല്ല ഉദ്ദേശം ഉണ്ടാവണം എന്നർത്ഥം. അതേസമയത്ത് ഒരാൾ നേർച്ചയാക്കിയാൽ, ഒരാൾ എന്ത് ചെയ്തു, യാസീൻ നേർച്ചയാക്കി, അപ്പൊ എന്ത് ചെയ്യണം, അവിടെ നീയത്ത് ആവശ്യമാണ്. ഇപ്പൊ ദിക്റ് കുറച്ച് നേർച്ചയാക്കി, അപ്പൊ എന്ത് ചെയ്യണം, അവിടെ നീയത്ത് വേണം. കാരണം ഷെഡ്യൂൾഡ് ഇബാദത്തല്ല, ഒരു ഫിക്സഡായ പ്രത്യേകം ഷെഡ്യൂൾഡാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേകമായി ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മൾ ഫിക്സ് ചെയ്തുള്ള ഇബാദത്താണ്. അതുകൊണ്ട് എന്ത് വേണം, അവിടെ നീയത്ത് വേണം. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് ഒഴിവാക്കാൻ നീയത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരാൾ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ കള്ളുടിക്കാതിരിക്കാൻ കരുതി, ഞാൻ നീയത്തൊക്കെയാണോ? വേണ്ട. അല്ലെങ്കിൽ വ്യഭിചരിക്കാതിരിക്കാൻ കരുതി, അല്ലെങ്കിൽ മൊബൈലിൽ ഒരു ഹറാമ് നോക്കാതിരിക്കാൻ കരുതി, അതിനൊന്നും എന്താ ആവശ്യമില്ല, നീയത്തിന്റെ ആവശ്യമില്ല. അതേ സമയത്ത് എന്തുണ്ട്, അതേ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, അള്ളാഹു തആല ഉദ്ദേശിച്ചു, അള്ളാഹു തആലക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്ന ബോധം അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്തിട്ടുള്ളൂ, കൂലിട്ടുള്ളൂ. അതേ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ വിട്ടു നിൽക്കണൊക്കെ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. എല്ലാത്ത നിലക്കും ആകാം. ഇതിപ്പോൾ അറിഞ്ഞ ആകെ പ്രശ്നവും, എൻ്റെ ജോലിനെ ബാധിക്കും, പിരിച്ചു വിട്ട് നാട്ടുകാരറിയും, ഭാര്യ വീട്ടിലറിയും, കുടുംബങ്ങളറിയും, അല്ലെങ്കിൽ സ്ത്രീകളറിയും, ഹസ്ബൻഡ് അറിയും. അതുകൊണ്ട് ഈ പൊല്ലാപ്പിന് ഞാൻ ഇപ്പം പോണില്ല എന്ന് വിചാരിച്ചാണ് മാറിക്കുമ്പോൾ ചെയ്തിട്ടില്ല, കൂലിട്ടില്ല. അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ ഇപ്പോൾ എൻ്റെ റിസ്ക്, ഇപ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കണം, സിനിമകളിലൊക്കെ പോയി നിൽക്കണം, ഇന്ന് പോകണ്ട. കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല ലോങ് ക്യൂ ആണ്, നല്ല വെയിലുമാണ്, അടുപ്പ് തൽക്കാൻ ഞാൻ പോണില്ല, കൂലിട്ടൂല. കിട്ടൂല. അപ്പൊ അവിടെ എന്തുണ്ട്, അവിടെ നല്ല ഉദ്ദേശം അവിടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന് കൂലി കിട്ടുക എന്നും കൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് തൽക്കാലം നിർത്താണ്. അതിന് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദിവസത്തെ 2 ദിവസത്തെ ക്ലാസ് കൂടി നിയത്തുള്ള വിഷയം നമ്മൾ അവസാനിക്കും. തൽക്കാലം അല്ലാഹു തആല പറഞ്ഞു കേട്ട എല്ലാം സ്വലാമലാക്കി സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ.